2002 ഏപ്രിൽ 23. ആ ദിനം ഇന്നും നടുക്കത്തോടെയാണ് ഞാൻ ഓർക്കുന്നത്. 23 വർഷം കഴിഞ്ഞെങ്കിലും അത് ഓർക്കുമ്പോൾ എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകും, തൊണ്ടയിടറും. കാരണം ഞാൻ അന്നുവരെ വലിയ ദുഃഖങ്ങളിലൂടെയോ വേദനകളിലൂടെയോ കടന്നു പോകാതെ ചിരിച്ചു കളിച്ചു നടന്ന കാലം. എല്ലാറ്റിനും അപ്പന്റെ ബലമുണ്ടായിരുന്നു. ജനിച്ച നാൾ മുതൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവും കുട്ടികളും ഒരു കുടുംബവും ഒക്കെ ആക്കി തരുന്നതിന് ഒരുപാട് കഷ്ടപ്പെട്ട് സ്വന്തം ചോരയും നീരുമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു തീർത്ത ഒരു പാവം അപ്പൻ. ആ ബലം ഇന്നില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ചെയ്യാനും ചെയ്തു കൊടുക്കേണ്ടതുമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പക്ഷേ കഴിഞ്ഞു പോയ കാലം ഇനിയും തിരിച്ചു കിട്ടില്ലല്ലോ. അറിയാതെ പോയ കാര്യങ്ങളെക്കുറിച്ച് മാപ്പ് ചോദിക്കാനും ദൈവകരങ്ങളിൽ അപ്പന്റെ ആത്മാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനുമല്ലാതെ മറ്റൊന്നിനും ഇനി സാധിക്കുകയില്ലല്ലോ. എന്റെ കണ്ണിൽ കണ്ണുനീർ പൊടിയുവാനോ എപ്പോഴും സന്തോഷത്തോടെയല്ലാതെ എന്നെ കാണുവാനോ അപ്പൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അങ്ങനെ വന്നാൽ അത് അപ്പന് ഏറെ വേദന നൽകുമെന്ന് ഞാൻ വ്യക്തമായി തിരിച്ചറിഞ്ഞ അനേകം സമയങ്ങളുണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ കല്യാണം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കുന്ന സമയങ്ങളിൽ അക്കാര്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ കുടുംബസമേതം പോയി 3-4 ദിവസം എന്റെ വീട്ടിൽ താമസിക്കുകയും ചെയ്തു. ആ സമയം ഞാൻ അറിയാതെ എന്റെ വേദനയും പങ്കുവെച്ചു. അപ്പന് അത് സങ്കടായി. എന്നാലും എന്നോട് പറഞ്ഞു, മോളെ, ജീവിതം സുഖദുഃഖങ്ങളും ഉയർച്ച താഴ്ചകളും കുന്നു താഴ്വാരങ്ങളും എല്ലാം നിറഞ്ഞതാണ്. എന്തു വന്നാലും പ്രത്യാശ കൈവിടാതെ ഈശോയുടെ കരം മുറുക്കെ പിടിക്കണം. ഇതെല്ലാം കടന്നു പോകും, പുതിയത് വരും. ഒന്നും ഒന്നിലും അവസാനിക്കുന്നില്ല. പ്രതീക്ഷയോടെ പ്രത്യാശയോടെ പുതിയ പുലരിക്കായി കാത്തിരിക്കണമെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും ചെയ്തു. കുഞ്ഞുങ്ങളെയും കൂട്ടി തിരിച്ചു പോകുന്ന കാര്യം പറഞ്ഞപ്പോ 2-3 ദിവസം കൂടി കഴിഞ്ഞു പോയാൽ പോരെ എന്ന് ചോദിച്ചു. ഒരു വിവാഹത്തിന് പോകേണ്ടതുകൊണ്ട് അന്ന് തന്നെ ഞങ്ങൾ യാത്രയായി. ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. രാത്രി 2 മണിക്ക് ഒരു കോൾ. അപ്പന് തീരെ വയ്യ, എത്രയും വേഗം വരിക. കുഞ്ഞുങ്ങളെയും എടുത്ത് റെഡിയായി പെട്ടെന്ന് വണ്ടിയിൽ കയറി. ആശുപത്രിയിൽ ചാടിയിറങ്ങാൻ നേരം ഭർത്താവ് പറഞ്ഞു, വീട്ടിലേക്ക് കൊണ്ടുപോയി കുഴപ്പമൊന്നുമില്ല. തിരികെ എന്റെ വീട്ടിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഇന്നും എന്റെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നു. വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞ് ചിരിച്ചുകൊണ്ട് ശാന്തമായി ഉറങ്ങുന്ന എന്റെ അപ്പന്റെ മുഖം. ഓ എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ തന്നെ ഇരുന്നു പോയി. പിന്നെയെല്ലാം യാന്ത്രികമായിരുന്നു. കാര്യമായ ഓർമ്മയോടു കൂടിയല്ല ഒന്നും ചെയ്തത്. എന്നെ തന്നെ നിയന്ത്രിക്കുവാനോ ഒന്നും തന്നെ ചെയ്യുവാനോ എനിക്ക് പറ്റുന്നില്ല. ആരോടും സംസാരിക്കാനോ ഭക്ഷണം കഴിക്കാനോ സാധിക്കുന്നില്ല. ഒന്നുറങ്ങാനോ പ്രാർത്ഥിക്കാനോ കഴിയുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും ശരീരമൊക്കെ ക്ഷീണിച്ച് വയറ്റിൽ നിന്ന് ബ്ലഡ് പോകുന്നത് വരെയായി കാര്യങ്ങൾ. അവസാനം ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കേണ്ട അവസ്ഥയായി. ഡോക്ടർ പറഞ്ഞു, മരുന്ന് കഴിച്ച് ശാന്തമായി കിടന്നുറങ്ങുക, ഒന്നും ആലോചിക്കരുത്. ഏക ആശ്രയം അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് പള്ളിയിൽ പോവുക, വിശുദ്ധ കുർബാനയുടെ സമയം മുഴുവൻ കരയുക. അതിനു മാത്രമേ എനിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ മനസ്സിന്റെ ഭാരമെല്ലാം കരഞ്ഞ് കുറഞ്ഞു വന്നു. ഏകദേശം 9 ദിവസമായപ്പോഴേക്കും കുഞ്ഞുങ്ങളും വല്ലാതെ ക്ഷീണിച്ചു പോയി. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. അവരെന്നോട് പറഞ്ഞു, അമ്മ എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങളുടെ കാര്യം ആരാ നോക്കുന്നേ? അപ്പാപ്പൻ ഈശോയുടെ അടുത്ത് സുഖമായിരിക്കുകയല്ലേ? ഇനി ഞങ്ങളുടെ കാര്യം ശ്രദ്ധിക്ക്, നമുക്ക് അപ്പാപ്പന് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങൾ പറഞ്ഞത് എന്റെ കണ്ണു തുറപ്പിച്ചു. ഞാൻ എഴുന്നേറ്റ് അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഞാനും കഴിച്ചു. പതുക്കെ പതുക്കെ പഴയതുപോലെ ആകാൻ തുടങ്ങി. എന്നിരുന്നാലും ജീവിതത്തിൽ തളർച്ചകളും ഒന്നിനു പുറകെ ഒന്നായി വരുന്നു. നേരിടാൻ ധൈര്യമില്ല. പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തിപ്പെടാൻ തുടങ്ങി. യേശുനാഥന്റെ ദിവ്യ സ്നേഹം അനുഭവിച്ചറിഞ്ഞ പുണ്യ നിമിഷങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടായി. പിന്നീട് വന്ന സഹനങ്ങളും തകർച്ചകളും ധൈര്യത്തോടും പ്രത്യാശയോടും കൂടെ തരണം ചെയ്യാൻ പഠിച്ചു തുടങ്ങി. പതുക്കെ എന്നിലുള്ള ലോകമോഹങ്ങളൊക്കെ വെറുക്കാനും വിശദീകരിക്കപ്പെടാനും ആരംഭിച്ചു. ഞാനൊരു പുതിയ വ്യക്തിയാകാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം തന്ന സമയം സ്നേഹിക്കാനും നന്മ ചെയ്യാനും അങ്ങനെ ഈശോയിൽ എത്തിച്ചേരണമെന്നുള്ള വലിയ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. അതിനായി എന്റെ ജീവിതം മാറ്റാൻ തീരുമാനിച്ചു. മനുഷ്യരിലല്ല, യേശുവിലാണ് എന്റെ പ്രത്യാശ വെക്കേണ്ടത് എന്ന വചനം എന്റെ മാർഗദർശിയായി. പിന്നീട് അങ്ങോട്ട് വലിയ സഹനങ്ങളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു. എന്നാലും ഈശോ എന്നെ കൈവിട്ടില്ല. എനിക്ക് സഹിക്കാവുന്നതിലപ്പുറം എനിക്ക് അനുവദിക്കില്ല എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഇന്ന് സഹനങ്ങളെക്കുറിച്ച് നന്ദി പറയുവാനും അത് മറ്റുള്ളവരുടെ കൂടി രക്ഷയ്ക്ക് വേണ്ടി സഹിക്കുവാനും പ്രത്യാശയോടെ നന്മ ചെയ്യുവാനും നിത്യരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാനും ശ്രദ്ധിക്കുന്നു.